ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ ശക്തമായ പ്രകടനം നടത്തി തിരിച്ചുവരവ് പ്രതീക്ഷ നൽകുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. അവസാന 3 മത്സരവും ജയിച്ച RCB പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണുള്ളത്. അവസാന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 4 വിക്കറ്റിനാണ് RCB ജയിച്ചത്. അതും 28 പന്തുകൾ ബാക്കി നിൽക്കെ. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 147-ൽ ഒതുങ്ങുകയായിരുന്നു. RCB കരുത്ത് കാട്ടിയ മത്സരത്തിൽ വിരാട് കോഹ്ലി 27 പന്തിൽ 42 റൺസാണ് നേടിയത്. 2 ഫോറും 4 സിക്സറും ഉൾപ്പെടെ 155.55 സ്ട്രൈക്ക് റേറ്റിലാണ് കോഹ്ലിയുടെ പ്രകടനം. സീസണിൽ ഗംഭീര ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കോഹ്ലി കാഴ്ചവെക്കുന്നതെങ്കിലും സ്ട്രൈക്ക് റേറ്റിന് പേരിൽ വിമർശനം നേരിടുകയാണ്. പല പ്രമുഖരും കോഹ്ലിയുടെ മെല്ലെപ്പോക്ക് ബാറ്റിങ്ങിനെ വിമർശിച്ചിരുന്നു. കമന്റേറ്ററായ സുനിൽ ഗവാസ്കറും കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ തന്റെ സ്ട്രൈക്ക് റേറ്റിനെ വിമർശിച്ചവരെല്ലാം പരിഹസിച്ചാണ് കഴിഞ്ഞ ദിവസം കോഹ്ലി സംസാരിച്ചത്. ഇപ്പോഴിതാ കോഹ്ലിക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗവാസ്കർ. കമന്റേറ്റർമാർ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ ചോദ്യം ചെയ്യുന്നത് 118-ൽ താഴെ സ്ട്രൈക്ക് റേറ്റ് എത്തുമ്പോഴാണ്. എല്ലാ മത്സരങ്ങളും ശ്രദ്ധിക്കാനാവാത്തതിനാൽ മറ്റ് കമന്റേറ്റർമാർ മറ്റേതെങ്കിലും തരത്തിൽ വിമർശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 14-15 ഓവർ വരെ ബാറ്റ് ചെയ്തിട്ടും 118-ന് താഴെയാണ് സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ വിമർശിക്കപ്പെടുക സ്വാഭാവികമാണ്. പല താരങ്ങളും പറയുന്നത് തങ്ങൾ പുറത്തുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നില്ല എന്നാണ്. എന്നാൽ പിന്നെ പുറത്തുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയരുത്. കമന്റേറ്റർമാരെന്ന നിലയിൽ പ്രത്യേക അജണ്ടയില്ല. എന്താണോ കാണുന്നത് അതാണ് പറയുന്നത്. വ്യക്തിപരമായ ഇഷ്ടമോ അനിഷ്ടമോ വിമർശനത്തെ സ്വാധീനിക്കാറില്ല. സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുക തന്നെ ചെയ്യും. ഗവാസ്കർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നിലവിൽ ഓപ്പണറായിട്ടാണ് കോഹ്ലി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. ഒരു വശത്ത് ഫഫ് ഡു പ്ലസീസ് അടിച്ചു കളിക്കുമ്പോൾ മറുവശത്തെ കോഹ്ലിയുടെ ബാറ്റിങ്ങിന് ഒച്ചഴിയും വേഗതയാണുള്ളത്. അതിവേഗത്തിൽ റൺസ് ഉയർത്തുവാൻ പവർ പ്ലേയിൽ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കോഹ്ലിക്കെതിരെ വിമർശനം ഉയരാറുമുണ്ട്. എന്നാൽ സൂപ്പർ താരമെന്ന നിലയിൽ കോഹ്ലി ഇതൊന്നും കേട്ട ഭാവം നടിക്കുന്നതുമില്ല. നേരത്തെ കോഹ്ലിയെ 2020 ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയും വിമർശനങ്ങളുണ്ടായിരുന്നു. കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ നായകൻ രോഹിത് ശർമ്മ ചിരിക്കുകയാണ് ചെയ്തത്. കോഹ്ലിക്ക് ഇന്ത്യൻ ടീമിൽ ആങ്കർ റോളാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് റേറ്റ് വലിയ ചർച്ചാ വിഷയമല്ല. എന്നാൽ IPLൽ കോഹ്ലി മെല്ലെപ്പോക്ക് നടത്തുന്നത് ടീമിന്റെ തോൽവിക്ക് കാരണമാവുമ്പോൾ വിമർശനം ഉയരുന്നത് സ്വാഭാവികമാണ്. നിലവിലെ 17ാം സീസണിൽ റൺ വേട്ടക്കാരിൽ കോഹ്ലി തന്നെയാണ് തലപ്പത്തുള്ളത്. 11 മത്സരങ്ങളിൽ നിന്ന് 542 റൺസാണ് കോഹ്ലി നേടിയത്. 67 മുകളിൽ ശരാശരി ഉണ്ടെങ്കിലും സ്ട്രൈക്ക് റേറ്റ് 148 മാത്രമാണ്. ഓപ്പണറായി പവർ പ്ലേയിൽ ബാറ്റ് ചെയ്യുന്ന താരമെന്ന നിലയിൽ കോഹ്ലിക്ക് ഇതിലും മികച്ച സ്ട്രൈക്ക് റേറ്റ് വേണ്ടതാണ്. എന്നാൽ കോഹ്ലി പിടിച്ചു നിന്ന് കളിക്കേണ്ടത് ടീമിന് അത്യാവശ്യമായതിനാൽ സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ വിമർശിക്കാൻ ടീം മാനേജ്മെന്റും തയ്യാറല്ല. കോഹ്ലിക്കെതിരെ ഇതിനു മുമ്പും പലതവണ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഗവാസ്കർ. അനുഷ്കയെ അപമാനിക്കുന്ന തരത്തിൽ കോഹ്ലിയെ ചേർത്ത് പരാമർശങ്ങൾ നടത്തിയ ഗവാസ്കർ വിവാദത്തിലായിട്ടുമുണ്ട്. എന്തായാലും ഗവാസ്കറുടെ വിമർശനം കോഹ്ലി ആരാധകർക്ക് അത്ര ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഗവാസ്കർക്കെതിരെ ആരോപണങ്ങളുമായി കോഹ്ലി ആരാധകരും സജീവമാണ്.